ഇപ്രാവശ്യത്തെ വെക്കേഷൻ്റെ ഫസ്റ്റ് ട്രിപ്പ് പോവാട്ടോ ഞങ്ങൾ. ഈ വെക്കേഷൻ കഴിയാനായിട്ടുണ്ടെങ്കിലും നമ്മളൊരു ട്രിപ്പ് പോലും അടിച്ചില്ല കേട്ടോ. വീട്ടിൽ ടാർസുമോൻ ഉണ്ടായതിനെ കൊണ്ട് തന്നെ സ്റ്റേക്കേഷനൊക്കെ അങ്ങോട്ടേക്ക് ഒരു മുട്ട് വന്നു ഗൈസ്. ഇനി അങ്ങോട്ടേക്ക് സ്റ്റേക്കേഷൻ ഒന്നും പറ്റൂല കേട്ടോ. കാരണം ടാർസുമോനെ ഒറ്റക്കാക്കിയിട്ട് പോകാൻ കഴിയില്ല, കൊണ്ടുപോകാനും കഴിയില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ സ്റ്റേക്കേഷനോട് അങ്ങോട്ട് വിട പറഞ്ഞേ. അവിടെ കാലെടുത്ത് കുത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പം തന്നെ അങ്ങോട്ടേക്ക് മഴ ചെയ്തു കേട്ടോ. ഇതൊക്കെയാണ് ഐശ്വര്യം എന്ന് പറയാം കേട്ടോ. ക്യാപ്പ് ഇട്ടിട്ടാണ് വന്നതെങ്കിലും ക്യാപ്പ് ഇട്ടിട്ട് പിന്നുണ്ടല്ലോ എനിക്ക് ചൂടും വേവ് കൊടുത്തപ്പോൾ ഞാനത് അങ്ങോട്ട് കഴിച്ചെറിഞ്ഞു കേട്ടോ. പിന്നുണ്ടല്ലോ നമ്മൾ എപ്പോൾ എവിടെയെങ്കിലും ട്രിപ്പ് പോവുകയാണെങ്കിൽ അപ്പം നമ്മൾ ഗെയിം അറിയണുണ്ടല്ലോ. ഓരോരോ കാറുകൾ തന്നെ ഓരോരുത്തർ ഓരോ കാറുകൾ പറയാം, എന്നിട്ട് അത് എത്ര കാറ് പോകുന്നുണ്ട് എന്നുള്ളത് ഇങ്ങനെ കൗണ്ട് ചെയ്യുക. അതാട്ടോ നമ്മൾ എപ്പോഴത്തെ ഗെയിം. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇങ്ങനെ ഞം അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതില്ലാതൊരു കളിയില്ലല്ലോ. അങ്ങനെ പിന്നെ ചുരമൊക്കെ കയറി തുഷാരഗിരി അങ്ങോട്ടേക്ക് എത്തി കേട്ടോ. തുഷാരഗിരി ആ വഴി അങ്ങോട്ടേക്ക് എത്തിയ പാടന്നെ അത് നല്ല അടിപൊളി വ്യൂസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിന് വ്യൂ ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ അങ്ങോട്ട് കയറി. ഞങ്ങൾ പിന്നെ എല്ലാ സ്ഥലത്തും കറക്റ്റ് ടൈമിന് എത്തുന്നതിനെ കൊണ്ട് തന്നെ ഇവിടും പൂട്ടാനുള്ള കുറച്ച് ടൈം മുന്നേ ആയിരുന്നു കേട്ടോ ഞങ്ങൾ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അലോട്ട് ചെയ്തിട്ടുണ്ടല്ലോ ആകെ ഒരു 30 മിനിറ്റ്സോ അല്ലെങ്കിൽ 1 അവർ കഷ്ടിച്ചുണ്ടോ ഉള്ളത് തന്നെ കുഴപ്പമില്ല. എന്തായാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ പറഞ്ഞ പോലെ കിട്ടിയ സമയം നമുക്ക് എന്ത് ചെയ്യാം, വൈബ് അടിച്ചു തീർക്കാം. പക്ഷെ നമുക്ക് അതൊന്നും പറ്റില്ലല്ലോ. നമുക്ക് എവിടെ ചെന്നതിനാലും കളിക്കുന്നതിനേക്കാളും മീൻസ് ആസ്വദിക്കുന്നതിനേക്കാളും കൂടുതൽ വീഡിയോസ് എടുക്കണം കേട്ടോ. പിന്നെ എത്തിയ ഉടനെ ഞാൻ കുറച്ച് എനിക്ക് എസ്തറ്റിക് എന്ന് തോന്നുന്ന കുറച്ച് എസ്തറ്റിക് സംഭവങ്ങളൊക്കെ എടുത്തു കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് വലിയ എസ്തറ്റിക്കായി തോന്നില്ല, പക്ഷെ എൻ്റെ കണ്ണിൽ ഇത് ഭയങ്കര എസ്തറ്റിക് ആട്ടോ. അങ്ങനെ ഇവിടെ എത്തി കുറച്ച് എസ്തറ്റിക് വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ കുറച്ച് വീഡിയോസ് എടുക്കാമല്ലോ വിചാരിച്ചിട്ട് വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങിയേ. പക്ഷെ എൻ്റെ വീഡിയോ എടുത്ത് തരാനുണ്ടല്ലോ ഒറ്റൊരു കുട്ടിയില്ലേനു. കാരണം വെള്ളം കണ്ടപ്പോൾ എല്ലാവരും കണ്ടേക്ക് ഇറങ്ങി ചാടിയിട്ടോ. ഫസ്റ്റ് തന്നെ മൂപ്പേന് ചാടിയത്. എല്ലാവരും എടുത്ത് ചാടിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഞാൻ കരയിൽ നിന്നിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഞാനും എടുത്ത് ചാടിയിട്ടോ. അല്ലെങ്കിൽ ഇന്ന ഫോട്ടോഗ്രാഫറൊക്കെ അതിനെ കുറേ നേരം ഉണ്ടല്ലോ സിസ്റ്ററിൻ്റെ കാല് പിടിച്ചതിന് ശേഷം എനിക്ക് എടുത്തു തന്നിട്ടുള്ളൊരു വീഡിയോ ആട്ടോ ഈ കാണുന്നത്. ഇതിലാണെങ്കിലും എന്നെ കാണാൻ ഒരു ഒറാങ്കുട്ടൻ്റെ ഒരു ലുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഉള്ളത് കമൻറ്റ് ചെയ്യണേ. ഞാനാണെങ്കിലും ഒന്ന് കുളിച്ച് ആസ്വദിച്ച് വരുന്നേ ഉള്ളതിനു കേട്ടോ. അപ്പോൾ ഇതിന് അവിടുത്തെ സമയം കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഒരു പിടിച്ച് കയറ്റിയതായിരുന്നു കേട്ടോ. കാരണം എത്ര പറഞ്ഞിട്ട് നമ്മൾ കയറില്ലേനു. അതിന് അവസാനം ഒരിക്കൽ ക്ഷമ കെട്ടി ചീത്ത അറിഞ്ഞതിന് ശേഷം നമ്മൾ കയറിയത്. പിന്നെ നേരെ മുത്തശ്ശിമരം കാണാൻ വേണ്ടി പോയിട്ടോ. ഇതിനുണ്ടല്ലോ എൻ്റെ അമ്മൂമ്മമാരൊക്കെ കേട്ടോ പറഞ്ഞത്, പേര് തെറ്റിച്ചിട്ട്. അങ്ങനെ അതൊക്കെ അങ്ങോട്ടേക്ക് കണ്ട് അതിൻ്റെ ഉള്ളിലെ കൂടിയൊക്കെ ഞാനൊരു ചെറിയൊരു സഞ്ചാരമൊക്കെ അങ്ങോട്ടേക്ക് നടത്തിയിട്ടോ. ഞങ്ങളുണ്ടല്ലോ തുഷാരഗിരിയിൽ വന്നിട്ട് ഇപ്പോൾ കുറച്ചായി കേട്ടോ. കുറച്ച് തന്നെ ഞാൻ ചെറുതാകുമ്പോൾ എപ്പോഴും വരുന്ന സ്ഥലമായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ വലുതായതിനു ശേഷം എൻ്റെ ഉപ്പ മുന്നേ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല. എന്താ സംഭവം ഉള്ളത് അറിയില്ല കേട്ടോ. ചെറുത് പറയുമ്പോൾ ഒരു 8 വയസ്സ് അതേനോട്ടോ ലാസ്റ്റായിട്ട് ഇവിടത്തേക്ക് വന്നത്. പിന്നെ ഞാനിത് ഇപ്പോഴാണ് ഗൈസ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇവിടത്തെ ഇപ്പൊക്കെ ഒറ്റക്കാലിൽ നിൽക്കാനൊക്കെ ഒരു ആഗ്രഹം കേട്ടോ. ഇപ്പന്മാരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ സാധിപ്പിച്ചു കൊടുക്കണമാണല്ലോ. അതുകൊണ്ട് ഞാൻ ഇപ്പം ഒറ്റക്കാലിൽ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്തിട്ടോ. പിന്നെ വിശക്കുക ഗൈസ്, കുളിച്ച് കഴിഞ്ഞാൽ ഭയങ്കര വിശപ്പായിരിക്കും കേട്ടോ. അപ്പം വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ കടുക്ക പൊരിച്ചതും പഴംപൊരിയൊക്കെ കൊണ്ടുവന്നതിനെ. പഴംപൊരി പൊരിക്കുമ്പോൾ വേണ്ട ഇഷ്ടമല്ല ഒക്കെ പറഞ്ഞതേനു. പക്ഷെ ഇവിടെ എത്തിയപ്പോണ്ടല്ലോ പഴംപൊരീൻ്റെ ഒരു പീസ് പോലും ബാക്കിയില്ലേനു. അത് മൊത്തം അങ്ങോട്ടേക്ക് തിന്നു കേട്ടോ. എന്നിട്ട് പിന്നെ നേരെ ചുരം കയറാൻ വേണ്ടിയിട്ട് പോവേനെ. ഇവിടെ വന്നിട്ട് ചുരം കയറിയില്ലെങ്കിൽ ഒരു സുഖം കിട്ടില്ല. അതാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത വെതർ കേട്ടോ. വെതർ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഇങ്ങനെ അവിടെ തന്നെ ഇരിക്കാൻ തോന്നുന്ന ഒരു വെതർ. ഈ ഒരു വെതർ ഇട്ടിട്ടുണ്ടല്ലോ അവിടെ വീടെടുക്കാനുള്ള ഒരു ആഗ്രഹമൊക്കെ വന്നു കേട്ടോ. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക സാഹചര്യം വെച്ചിട്ട് എനിക്കൊരു വീട് അഫോർഡ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് എപ്പോഴെങ്കിലും സാമ്പത്തികം നന്നാവുകയാണെങ്കിൽ ഞാൻ അപ്പോൾ വീടെടുക്കാമല്ലോ വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയ. പിന്നെ നേരെ ഈ ഒരു സ്ഥലത്തേക്ക് ഇങ്ങോട്ട് വന്നത്. സ്ഥലത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. എന്തോ ഒരു സ്ഥലം, ഗാന്ധി ഗ്രാമം, അവിടത്തേക്ക് കേട്ടോ വന്നത്. അങ്ങനെ ഇവിടെ വന്ന് ഇങ്ങനെ ഓരോന്ന് നോക്കി. എനിക്കാണെങ്കിൽ ഈ ഒരു കപ്പ് കണ്ടിട്ടുണ്ടല്ലോ, ബാഹുബലിത്തെ മനോഹരി പാട്ടത്തെ ആ കപ്പായിട്ടാണ് തോന്നുന്നത്. പിന്നെ അത് ഈ ഒരു ആനനെ കണ്ടിട്ട് ഇവള് പറയാണ് ഇത് ചളി കൊണ്ടാണ് ഉണ്ടാക്കിയത്. ക്ലേ ആണ് ഉദ്ദേശിച്ചത്, പക്ഷെ ഓക്ക് വന്നത് ചളി എന്നാട്ടോ. അത്രയുള്ള ബുദ്ധിയുള്ളൂ, പാവാണ് വിട്ടാൾ. അങ്ങനെ പിന്നെ അതൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ അവിടുന്ന് ഈ ഒരു സാധനം കേട്ടോ വാങ്ങിയത്. ലക്ഷദ്വീപ് അൽവ അങ്ങനെ എന്തോ ഒരു സാധനം കേട്ടോ. ഞാൻ അതിന് വിണ്ടി അൽവ കേട്ടോ പറയാം. അതാണ് എനിക്ക് പേര് അങ്ങോട്ട് കിട്ടാത്തത്. അങ്ങനെ അതൊക്കെ അങ്ങോട്ടേക്ക് കഴിച്ചിട്ടോ. എന്നിട്ട് ഇവിടെ നല്ല ഭംഗിയിൽ നിന്ന ആ ടേബിള് ഞങ്ങളത് മൊത്തം അലങ്കോലമാക്കി. അതാണ് നമ്മളെ സിവിക് സെൻസ്. പിന്നെ കൈ കിട്ടിയ എല്ലാ സാധനവും എടുത്തിട്ട് തിന്നിട്ടോ. എന്തൊക്കെ ഉള്ളത് ഓർമ്മയിട്ടില്ല. ഈ വീഡിയോയിൽ കാണുന്ന എന്തായാലും എല്ലാ സാധനവും എടുത്ത് തിന്നിട്ടുണ്ടേനെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് ദഹിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹണിബോൾ ഗ്രേപ്സും കൂടി കുടിച്ചിട്ട് ഞങ്ങൾ നേരെ ചുരത്തിലെ വ്യൂ പോയിന്റിലേക്ക് കേട്ടോ പോയത്. അങ്ങനെ ഇവിടെ കുറച്ച് നേരം വ്യൂ ഒക്കെ കണ്ടു നിന്നതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയാച്ച്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അത്രേ ഉള്ളൂ. ബൈ ടാറ്റാ, സീ യു.